ഉഗ്രമായ ഒരു ശബ്ദം. ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറിപ്പോയ രാത്രി. ജീവിതത്തിലെ മറക്കാനാവാത്ത ദുരന്തമായി മാറി ആ ടൂർ യാത്ര. ഇതൊരു അപകടത്തിൻ്റെ കഥ മാത്രമല്ല, വേദനയുടെയും ഭയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥയാണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കണം കേട്ടോ. ആദ്യം കേട്ടത് ഉഗ്രമായ ഒരു ശബ്ദമായിരുന്നു. സമീപവാസികളെല്ലാം അതിവേഗം അവിടേക്ക് ഓടിക്കൂടി. ഉറക്കത്തിലായിരുന്ന കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലായില്ല. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ആദ്യത്തെ ഞെട്ടൽ മാറിയ കുട്ടികളുടെ കൂട്ടക്കരച്ചിലായിരുന്നു പിന്നെ ഉയർന്നു കേട്ടത്. കുട്ടികളുടെ കൂട്ടക്കരച്ചിൽ കൊണ്ട് മുഖരിതമായ ഒരു സാഹചര്യത്തിലേക്കാണ് നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയത്. വിവരമറിഞ്ഞവർ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തി. ആരോ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും ചെയ്തു. ബസ്സിൻ്റെ മുൻഭാഗത്തെ ഇടതുവശം ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്നുപോയി. സീറ്റുകൾ പലതും ഇടിയുടെ ആഘാതത്തിൽ മറിഞ്ഞുപോയി. കുട്ടികളെല്ലാവരും ഉറക്കമായിരുന്നതുകൊണ്ട് അപകടത്തിന് തീവ്രത അല്പം കൂടി. ബസ്സിലെ ഡ്രൈവർക്കും ക്ലീനർക്കും എല്ലാം നല്ല പരിക്കുണ്ട്. ഓടിയെത്തിയവർ ഓരോരുത്തരായി ഓരോ ആളുകളെ രക്ഷപ്പെടുത്തുന്ന പ്രവർത്തനത്തിൽ മുഴുകി. എല്ലാവർക്കും തന്നെ ചെറുതും വലുതുമായ പരിക്കുകളുണ്ട്. അതുകൊണ്ട് ഇവർ എവിടെ പോയി വരുന്നവരാണ് എന്നുപോലും പെട്ടെന്ന് മനസ്സിലാക്കാൻ വിഷമമായിരുന്നു. അത് പറയാൻ പറ്റുന്ന കരയാത്ത ഒരാൾ പോലും വാഹനത്തിൽ ഇല്ലാത്ത സ്ഥിതിയായിരുന്നു അപ്പോൾ. അവസാനം വണ്ടിയുടെ ക്ലീനർ പറഞ്ഞു ടൂറ് പോയതാണെന്നും തിരിച്ചു വരുന്ന വഴിയാണെന്നും ഒക്കെ. അങ്ങനെയാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. മുൻവശത്ത് കെട്ടിയിരുന്ന ബാനർ കാണാനേയില്ല. ബസ്സിൻ്റെ ഇടതുവശത്തായി ഇരുന്നവർക്കാണ് കൂടുതൽ പരിക്ക് പറ്റിയത്. അത്യന്തം ഗുരുതരമായ പരിക്ക് ആർക്കും തന്നെ ഇല്ല എന്നത് സമാധാനമാണ്. എന്നാൽ പോലും ഒടിവോ ചതവോ എങ്കിലും ഇല്ലാത്തവർ ആരുമില്ലായിരുന്നു. വേങ്ങൂർ പിരാരൂർ ഭാഗത്തു നിന്നും വന്ന ഒരു ഓയിൽ ടാങ്കറാണ് അപകടം വരാനുള്ള ഒരു കാരണം. ടാങ്കർ അമിത വേഗതയിലായിരുന്നു വന്നിരുന്നത്. ടാങ്കറിൻ്റെ ഡ്രൈവർക്കും നല്ല പരിക്കുണ്ട്. ടാങ്കറിലുണ്ടായിരുന്ന ക്ലീനർ പുറത്തേക്ക് തെറിച്ചു പോയതുകൊണ്ട് മാരകമായി പരിക്കേറ്റില്ല. എന്നാലും അവരെ രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതേ സമയം തന്നെ മുൻഭാഗം വാതിൽ ഒരു തരത്തിൽ തുറന്നു. ആളുകൾ ബസ്സിനുള്ളിൽ കയറി. ഓരോരുത്തരെയായി പുറത്തേക്കെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. പലരും സീറ്റിൽ നിന്ന് വീണ് പ്ലാറ്റ്ഫോമിലാണ് കിടന്നിരുന്നത്. ആ വീഴ്ചയിലാണ് ഭൂരിപക്ഷം പേർക്കും പരിക്ക് പറ്റിയത്. സിൽവിയും ജാസ്മിനും നല്ല ഉറക്കമായിരുന്നു. അപകടം നടന്നപ്പോൾ തെറിച്ച് സീറ്റിനടിയിലേക്ക് രണ്ടുപേരും വീണു. ആദ്യം ഭയമാണ് ഉണ്ടായത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലായതുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകളുടെ ഒച്ചയും കൂടെയുള്ള കുട്ടികളുടെ കരച്ചിലും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അപകടം നടന്നതാണ് എന്ന് ബോധ്യമായി. സിൽവി എഴുന്നേൽക്കാൻ നോക്കി, എങ്കിലും കഴിഞ്ഞില്ല. അപ്പോഴേക്കും 2-3 ആളുകൾ വന്നു. അവരെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി. സിൽവി വലതുകാൽ പ്ലാറ്റ്ഫോമിൽ കുത്തി നോക്കി. വേദനയുണ്ടെങ്കിലും ചവിട്ടാൻ കഴിയുന്നുണ്ട്. എന്നാൽ തൻ്റെ ഇടതുകാൽ തറയിൽ കുത്താൻ പോലും കഴിയുന്നില്ല. എന്നു മാത്രമല്ല, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പോലെ ഒരു വേദനയാണ് കാലിൽ നിന്ന് ഇന്ന് അനുഭവിക്കേണ്ടി വന്നത്. ഒരു കൈയിൽ നിന്നുമാണെങ്കിൽ കുത്തിപ്പറിക്കുന്നത് പോലെയുള്ള വേദനയും.
ശരീരത്തെ പരിക്കുകളിൽ നിന്നും ഒഴുകുന്ന ചോര കൊണ്ട് ഉടുപ്പൊക്കെ കുറേ നനഞ്ഞിരുന്നു. അപ്പോഴേക്കും അവളെ ആരോ പൊക്കിയെടുത്തു ആശുപത്രിയിലേക്കുള്ള വാഹനത്തിലേക്ക് കയറ്റി. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലേക്കാണ് എല്ലാവരെയും കൊണ്ടുപോയത്. അപകടം നടന്ന സ്ഥലത്തിന് ഏറ്റവും അടുത്തുള്ള ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള കാരണം. അവിടെ എത്തി വിശദമായ പരിശോധനകൾക്ക് ശേഷമാണ് ഓരോരുത്തരുടെയും പരിക്ക് സംബന്ധമായ വിവരങ്ങൾ പുറത്തേക്ക് അറിഞ്ഞത്. സിൽവിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലിനും ഒരു കൈക്കും ഒടിവുണ്ടായിരുന്നു. അത് കൂടാതെ ചില്ലറ പരിക്കുകളും ചതവുകളും വേറെയും ഉണ്ടായിരുന്നു. അവയെല്ലാം ഡ്രസ്സ് ചെയ്തു. അപ്പോഴേക്കും ചോര ഒഴുക്ക് നിന്നു. വേദനയ്ക്ക് പക്ഷേ ഒരു ശമനവുമില്ല. അതിനുശേഷം കാലിനും കൈക്കും പ്ലാസ്റ്റർ ഇടാനുള്ള നടപടികൾ ആരംഭിക്കും. ജാസ്മിനും ജിനിക്കും എന്തുമാത്രം പരുക്കുണ്ടെന്നോ ഒന്നും അറിയത്തില്ല. ഇപ്പോൾ ഈ വേദന കാരണം ആരുടെയും കാര്യം ഓർക്കാൻ പോലും സിൽവിക്കാകുമായിരുന്നില്ല. സ്കൂളിൽ നിന്നും അപ്പച്ചൻ ചേട്ടനെ വിളിച്ചു അപകടത്തിൻ്റെ വിവരമറിയിച്ചു. കാര്യമായി ഒന്നും പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞതെങ്കിലും അതയാൾ പൂർണ്ണമായും വിശ്വസിച്ചില്ല. അങ്കമാലിയിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചൻ ചേട്ടന് സംശയവും ഭയവും തോന്നി. ഏതായാലും ഒട്ടും സമയം കളയാതെ അങ്ങോട്ട് പോകാൻ തയ്യാറായി. സാറാമ്മയോട് വിവരം പറയുക മാത്രം ചെയ്തിട്ട് അപ്പോൾ തന്നെ അപ്പച്ചൻ ചേട്ടൻ അങ്കമാലിക്ക് പുറപ്പെട്ടു. ആശുപത്രിയിൽ വന്നപ്പോഴേക്കും രക്ഷകർത്താക്കളുടെ ഒരു നിര തന്നെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖങ്ങളിൽ ആകാംക്ഷയും ഭയവും സങ്കടവുമാണ്. തങ്ങളുടെ മക്കൾക്ക് എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ശരിയായ ഒരു വിവരം പോലും പലർക്കും ലഭിച്ചിരുന്നില്ല. അപ്പച്ചൻ ചേട്ടനോട് പറഞ്ഞതുപോലെ തന്നെയാണ് അവരോടും പറഞ്ഞിരുന്നത്. ആരെയും അവരുടെ കുട്ടികളെ കാണാൻ ഇതുവരെ അനുവദിച്ചിരുന്നുമില്ല. പിന്നെ എങ്ങനെ അവർക്ക് വിഷമം വരാതിരിക്കും? കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഓരോരുത്തരെയും ഓരോരോ മുറികളിലേക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. അതിനുശേഷമാണ് അവരുടെ മാതാപിതാക്കൾക്ക് കുട്ടികളെ ഒന്ന് കാണാൻ ആശുപത്രിയിൽ നിന്നും അനുവദിച്ചത്. അതിൻ പ്രകാരം അപ്പച്ചൻ ചേട്ടൻ സിൽവിയുടെ അടുത്തേക്ക് എത്തി. ചാച്ചനെ കണ്ടതും കിടന്ന കിടപ്പിൽ സിൽവി ഒറ്റ കരച്ചിൽ. അതുവരെ നിയന്ത്രിച്ചു നിന്ന സങ്കടമെല്ലാം അണ പൊട്ടിയതുപോലെ ഒഴുകി. പരിക്കിൻ്റെയും ചതവിൻ്റെയും വേദന ചാച്ചനെ കണ്ടപ്പോഴേക്കും കൂടി. എൻ്റെ ചാച്ച, എൻ്റെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞുപോയി എന്നാ തോന്നുന്നേ. ഇനി എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. ഭയങ്കര വേദനയാണ്, സഹിക്കാൻ പറ്റുന്നില്ല ചാച്ച. എൻ്റെ പൊന്നുമോളെ, നീ ഇങ്ങനെ കരയാതെ. അത് കണ്ടിട്ട് ചാച്ചന് സഹിക്കുന്നില്ല. നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. കാലൊടിഞ്ഞാലും അത് ശരിയാകും. നീ കരയുമ്പോൾ എനിക്കും കരച്ചിൽ വരും. അതുകൊണ്ടാണ്. എനിക്കിനി എന്നെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഈ വേദനയൊക്കെ സഹിച്ചോളാം. ചാച്ചൻ കരയണ്ട, ഞാനും കരയുന്നില്ല. എന്നാലും രണ്ടുപേരും പിന്നെയും കരഞ്ഞു. ഒരാൾ കരയുന്നത് കാണുമ്പോഴേക്കും അടുത്തയാളിനും കരച്ചിൽ വരും. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് രണ്ടു പേർക്കും സമാധാനമായത്. അപ്പോഴേക്കും സിൽവിക്ക് പ്ലാസ്റ്റർ ഇടാൻ കൊണ്ടുപോകാൻ 2 നേഴ്സുമാരും ഒരു അറ്റൻഡറും കൂടി വന്നു. സിൽവിയെ ധൈര്യപ്പെടുത്തി പ്ലാസ്റ്റർ ഇടാൻ കയറ്റി വിട്ടിട്ട് അപ്പച്ചൻ ചേട്ടൻ പുറത്തേക്കിറങ്ങി. എത്രയും പെട്ടെന്ന് തന്നെ വിവരം സാറാമ്മയെ അറിയിക്കണം. അവൾ ഭയന്നിരിക്കുകയായിരിക്കും, പാവം. കുറച്ച് കഴിയുമ്പോൾ ആരെയെങ്കിലും പൂട്ടി ഇങ്ങോട്ട് വരാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയണം. ഡോമിനിയെയും ജിമ്മി സാറിനെയും കൂടി വിളിച്ചു പറയണം.
അതിനായി അപ്പച്ചൻ ചേട്ടൻ അല്പം അകലെ മാറി നിന്നപ്പോഴേക്കും ഫോൺ ബെല്ലടിച്ചു. എടുത്തു നോക്കിയപ്പോൾ സാറാമ്മയാണ്. എന്തു പറ്റിയെന്നറിയാൻ വിളിക്കുന്നതാണ്. അമ്മയല്ലേ, അതിന് സഹിക്കുമോ? പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഫോൺ എടുത്തപ്പോഴേ സാറാമ്മയുടെ വേവലാതി പൂണ്ട ശബ്ദമാണ് അപ്പച്ചൻ്റെ കാതുകളിലേക്ക് വന്നലച്ചത്. നമ്മുടെ മോൾക്ക് എന്തു പറ്റി ചാച്ചാ? വിവരമെന്തിയെ വിളിച്ചു പറയാഞ്ഞേ? ഞാനിവിടെ തീ തിന്നിരിക്കുകയാ. നമ്മുടെ മോൾക്ക് കാര്യമായ കുഴപ്പമൊന്നും ഇല്ലടി, നീ അവിടെ വിഷമിക്കാതിരിക്കുക. അവളുടെ ഒരു കാലിനും ഒരു കൈക്കും ഒടിവുണ്ട്. പ്ലാസ്റ്റർ ഇടാൻ ഇപ്പോൾ കയറ്റിയതേ ഉള്ളൂ. അതിനിടയ്ക്ക് വിളിക്കാൻ സമയം കിട്ടിയില്ല. ഭയങ്കര വേദനയുണ്ടെന്ന് തോന്നുന്നു. പാവം ഭയങ്കര കരച്ചിലാണ്. അത് കണ്ടപ്പോഴാണ് എൻ്റെ ചങ്ക് പൊടിഞ്ഞത്. എനിക്കിപ്പോൾ തന്നെ അങ്ങോട്ട് വരണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഡോമിനിയെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. അവൻ അതിലേ വരും. നിന്നെയും കൂട്ടിക്കൊണ്ടുപോരും. അതുവരെ ക്ഷമിച്ചു നിൽക്ക്. ഞാനല്ല ഇവിടെയുള്ളത്. അവൻ വരുമ്പോഴേ കൂടെ പോരാൻ തയ്യാറായി നിൽക്കണം. അധികം താമസിക്കുകയില്ല അവൻ വരാൻ. അതുവരെ ഞാനിവിടെ ഉണ്ടല്ലോ. കേട്ടല്ലോ പറഞ്ഞത്? സാറാമ്മ ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. പകുതി മനസ്സോടെ എന്തെങ്കിലും കാര്യം സമ്മതിക്കുമ്പോഴാണ് അവളുടെ ഈ മൂളൽ. പാവം, അവൾക്ക് എത്ര വിഷമം കാണും എന്നത് അയാൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടല്ല. ചില സമയങ്ങളിൽ അവൾക്ക് കഴിയാത്ത നിയന്ത്രണം നമ്മൾ പാലിക്കണം. അല്ലാതെ സാറാമ്മയുടെ മുഖം വാടുന്നത് പോലും അപ്പച്ചന് സഹിക്കുകയില്ല. അതവൾക്കും നന്നായി അറിയാം. അപ്പച്ചൻ ചേട്ടൻ ജിമ്മി സാറിനെയും വിളിച്ച് വിവരം പറഞ്ഞു. ഭാഗ്യത്തിന് സാറ് ഓഫീസ് സംബന്ധമായ ഒരു കാര്യത്തിന് തൊടുപുഴയ്ക്ക് പോയിട്ട് മടങ്ങി വരാനൊരുങ്ങുമ്പോഴാണ് വിളി വന്നത്. ഒട്ടും വൈകാതെ അതേ വണ്ടിയിൽ തന്നെ അങ്കമാലിക്ക് വിട്ടു. 1 മണിക്കൂറിനകം ജിമ്മി സാർ ആശുപത്രിയിലെത്തി. അപ്പച്ചൻ ചേട്ടനെ കണ്ടുപിടിക്കാൻ നടത്തിയ ശ്രമം വിജയിച്ചില്ല. അതുകൊണ്ട് ബോർഡിൽ നിന്നും നോക്കി മുറി കണ്ടെത്തി. 3-ാം നിലയിലെ 9-ാം നമ്പർ മുറിയാണ് സിൽവിയുടെ പേരിൽ എഴുതിയിരിക്കുന്നത്. ജിമ്മി എത്തുന്നതിന് അല്പം മുമ്പ് കാലിനും കൈക്കും പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ സിൽവിയെ റൂമിലേക്ക് കൊണ്ടുവന്നു. നേഴ്സുമാർ തന്നെ സിൽവിയെ ബെഡിലേക്ക് കിടത്തിയതിന് ശേഷമാണ് മടങ്ങിപ്പോയത്. അപ്പോഴേക്കും അപ്പച്ചൻ ചേട്ടൻ മുറിയിലെത്തിയിരുന്നു. ഇപ്പോൾ നേരത്തെ കണ്ടതിനേക്കാൾ അല്പം കൂടി വേദനയും വിഷമവും കുറഞ്ഞതുപോലുണ്ട്. എന്തായാലും കാലിനും കൈക്കും പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. 21 ദിവസം പ്ലാസ്റ്റർ ഇട്ട് കിടക്കേണ്ടി വരും. എന്നാലും ഇത്രയേ ഉള്ളല്ലോ എന്ന് സമാധാനിക്കാം. വാതിലിൽ മുട്ടിയതിന് ശേഷം ജിമ്മി മുറിയിലേക്ക് കയറി വന്നു. അപ്പോൾ അപ്പച്ചൻ ചേട്ടൻ സിൽവിയുടെ തല അല്പം ഉയർത്തി വയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. അവൾ കിടക്കുന്നതിൻ്റെ അടിയിലായി ഒരു തലയിണ വയ്ക്കുകയാണ് അതിനായി ചെയ്തത്. ഇപ്പോൾ അവൾക്ക് ശരിക്ക് എല്ലാവരെയും കാണാൻ കഴിയും. ജിമ്മിയെ കണ്ടതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. എങ്ങനെ നിറയാതിരിക്കും? സ്നേഹിക്കുന്നവരെ കാണുമ്പോൾ സങ്കടം കൂടുകയല്ലേ ഉള്ളൂ. സിൽവിക്ക് വീണ്ടും നടക്കാൻ കഴിയില്ലേ? ഈ കഥയുടെ അടുത്ത ഭാഗം അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.